അയാൾ തുടങ്ങി അവരുടെ പാറുവിനെക്കുറിച്ച് പറയാൻ. എന്തോ അഗ്നിക്ക് അവളുടെ പേര് പോലും തന്നിൽ ശാന്തത നിറയ്ക്കുന്നത് പോലെ തോന്നി. നല്ലൊരു കേൾവിക്കാരൻ്റെ വിനയത്തോടെ അഗ്നി അയാളെ കേൾക്കാൻ അയാളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വീട്ടിൻ്റെ തൊട്ടടുത്ത് വീട്ടിലേക്ക് പുതിയ താമസക്കാർ വന്നു. മോഹൻദാസ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. ആരോടും അധികം സംസാരിക്കാറില്ല. എന്നാലും നല്ലൊരു സ്വഭാവം, നല്ല വ്യക്തിയുടെ ഉടമ. ഇതെല്ലാമായിരുന്നു നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അദ്ദേഹം ഭാര്യയും 2 മക്കളും വന്ന ഉടനെ തന്നെ ഞങ്ങളുമായി നല്ല കൂട്ടായി. മോഹൻദാസിൻ്റെ ഭാര്യ ഉമ ഒരു വീട്ടമ്മ തന്നെയായിരുന്നു. മകൻ ശ്രാവണും മകൾ ശ്രാവണിയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മഴ ആർത്തിരമ്പി പെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീയെ ഒരു 10 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് അവരുടെ വീട്ടുമുറ്റത്ത് വന്നു നിന്നു. അവരാകെ നനഞ്ഞിട്ടുണ്ട്. ചുരുണ്ടുകൂടി ആ വീട്ടുപടിക്കൽ നിന്നു. ഏട്ടാ, ദാസേട്ടാ, ഞാൻ എന്നാ സ്ത്രീ കരഞ്ഞ് എന്തോ പറയാൻ നിന്നതും, ചി, ആരാടി നിന്റെ ദാസേട്ടൻ? ഇവിടെയുള്ളത് എൻ്റെ ഭർത്താവാണ് മോഹൻദാസ്. നിനക്കെന്താടി വേണ്ടത്? ഒച്ചയും ബഹളവും കേട്ട് കണ്ണാരേട്ടനും ഭാര്യയും അങ്ങോട്ടേക്ക് വന്നു. എന്താ മോഹൻ, പ്രശ്നം? എന്താ ഇവിടെ നിന്നു ശബ്ദം കേട്ടത്? അങ്ങനെ ചോദിച്ചു തിരിഞ്ഞ കണ്ണാരൻ കണ്ടു മഴയിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കുഞ്ഞിനെ, മാറോടടക്കി തേങ്ങുന്ന ഒരു പാവം പെണ്ണിനെ. അത് കണ്ടപ്പോൾ തന്നെ അയാൾക്ക് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായി. അച്ഛാ, തണുക്കുന്നു. അച്ഛാ. ചി, ആസത്തെ, ആരാടി നിന്റെ അച്ഛൻ? ഇതെൻ്റെ മക്കളുടെ അച്ഛനാണ്. നിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക് നിന്റെ അച്ഛൻ ആരാണെന്ന്. ചിലപ്പോൾ നിന്റെ അമ്മയ്ക്ക് തന്നെ അറിയില്ലായിരിക്കും എന്നവർ പുച്ഛത്തോടെ പറഞ്ഞതും ആ സ്ത്രീ തൻ്റെ കണ്ണീർ തുടച്ച് മോഹൻ്റെ അടുത്തേക്ക് വന്ന് കവിളിൽ ആഞ്ഞടിച്ചു. ഞാൻ പോകുകയാണ്. എങ്ങോട്ടാണെന്നറിയില്ല. പേടിക്കേണ്ട. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരില്ല. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ എൻ്റെ അടുക്കൽ വരുമ്പോൾ ഉണ്ടാവുന്ന തിളക്കത്തിന് പകരം ഭയമാണ് കാണുന്നത്. അതും ഞാൻ സത്യം പറയുമോ എന്ന ഭയം. പക്ഷെ പേടിക്കണ്ട. സ്വന്തം പിതൃത്വം ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം ഇവളുടെ അച്ഛനില്ല എന്ന് ഞാൻ കരുതിക്കൊണ്ട് എന്ന് പറഞ്ഞ് അവൾ അവളുടെ താലിമാല ഊരി മുഖത്തേക്ക് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. അപ്പോൾ അവളെ കണ്ട കനാരൻ ശാരദയ്ക്കും കാര്യങ്ങൾ മനസ്സിലായി. അവൾക്ക് ആ പെണ്ണിനോട് അലിവ് തോന്നി. പിന്നെ അവൾ നേരെ ചെന്നത് ഉമയുടെ അടുത്തേക്ക് നടന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്നും ഇത് അദ്ദേഹത്തിൻ്റെ മകളാണ് എന്നും നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. അത് പേടിച്ചിട്ടാണ് നിങ്ങൾ എന്നെ കണ്ടു പേടിച്ചതുമെന്ന് എന്നോട് അങ്ങനെ പറഞ്ഞതുമെന്നും എനിക്ക് നന്നായി അറിയാം. പക്ഷേ ദേ, ഈ കുഞ്ഞു മുഖത്ത് നോക്കി നീ പറഞ്ഞതിന് മാപ്പില്ല. എന്നിലെ അമ്മയെ അപമാനിച്ചതിന് മാപ്പില്ല എന്ന് പറഞ്ഞു കൊടുത്തു അവളുടെ മുഖത്തേക്ക് വന്ന്. അവൾ നേരെ തിരിഞ്ഞ് തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ അടുക്കൽ മുട്ടുകുത്തി. പാറു, നമുക്കിനി ആരുമില്ല. ഇദ്ദേഹമല്ല മോളുടെ അച്ഛൻ. നമുക്ക് പോവാം എന്നും പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്നും ഇറങ്ങി. എന്തുകൊണ്ടോ അതെല്ലാം പറയുമ്പോൾ അവരുടെ വാക്കുകൾ ഇടറുന്നതും കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നതും അവിടെ കൂടി നിന്നവരുടെ ഹൃദയം നോവിച്ചു. കുട്ടിയൊന്നും അവിടെ നിന്നേ. കണാരൻ അത് പറഞ്ഞതും അവൾ തിരിഞ്ഞ് അയാളെ നോക്കിപ്പോയിരുന്നു. അതെ മോഹൻ, താൻ ഇവിടെ വന്നിട്ട് കുറെ കാലമായി. തന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടുമല്ല. എന്നാലും ആ കുട്ടിയെ ഒരു സഹോദരിയുടെ സ്ഥാനം കണ്ട് ചോദിക്കുക. നിനക്ക് ഈ കുട്ടിയെ അറിയില്ലേ? ഇല്ല, എനിക്ക് ഇങ്ങനൊരു സ്ത്രീയെ അറിയില്ല. എനിക്ക് ഇങ്ങനെ ഒരു അമ്മയെയും മോളെയും കണ്ട് പരിചയം കൂടെ ഇല്ല എന്നവൻ ഒറ്റ ശ്വാസത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ മുഖത്ത് ഒരു പുച്ഛം കലർന്ന ചിരി വിരിഞ്ഞു. അവൾ അയാളെ നോക്കി തിരിഞ്ഞു നടന്നതും ഒരു കൈ അവളെ ഒന്ന് തടഞ്ഞിരുന്നു. എനിക്കുണ്ട് കൂടപ്പിറപ്പുകൾ. ഈ മഴയത്ത് നീ ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടേക്ക് പോകാനാ എന്ന് ശാരദ അവളുടെ കൈ പിടിച്ച് ചോദിച്ചതും അറിയില്ല ചേച്ചി, പക്ഷേ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞതും നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, നിങ്ങൾ വാ. എൻ്റെ പെങ്ങന്മാരുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ കൂടിയാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് കണാരൻ പാറുവിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു. അവൾ കുറെ തടഞ്ഞെങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ അവരുടെ കൂടെ പോയി. അന്നു മുതൽ മിത്രങ്ങളായിരുന്ന അയൽപക്കം ശത്രുക്കളായി മാറിയിരുന്നു. വീട്ടിലേക്ക് എത്തിയതും അവളോടൊന്ന് ഇപ്പോൾ ചോദിക്കേണ്ട എന്ന് കണ്ണാരൻ ശാരദയോട് പറഞ്ഞതും അവളും അത് ശരിവെച്ചു. അവൾ ആരോടും ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. എന്നാൽ പാറു ഇതിനോടകം നന്ദുവുമായി അടുത്തു. കുട്ടിയുടെ പേര് മോഹനെ എങ്ങനെ എന്നും ചോദിച്ച് ശാരദ വിക്കിയതും ചേച്ചി പേടിക്കണ്ട, ഞാൻ സങ്കടപ്പെടില്ല. ചേച്ചിക്ക് അറിയേണ്ടത് മുഴുവൻ ഞാൻ പറയാം. ഞാൻ സീതാലക്ഷ്മി, അഗ്രഹാരത്തിൽ കൃഷ്ണനുണ്ണിയുടെയും വസുന്ധരാദേവിയുടെയും മക്കളിൽ ഇളയവൾ. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞവളാ. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞു അയാളുടെ വരവോടെ. ഒഴിഞ്ഞു മാറിയ ഞാനും പിന്നീടെപ്പോഴോ ആ സ്നേഹത്തിൽ അകപ്പെട്ടു. പക്ഷേ അതിനെനിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു, അതും സ്വന്തം കുടുംബത്തെ തന്നെ. എന്നാലും സ്നേഹിക്കുന്നവൻ്റെ തലോടിലും ചേർത്ത് നിർത്തലിലും ഞാനെല്ലാം മറന്ന് താലിയെ ചേർത്ത് പിടിച്ച് സന്തോഷിച്ചു. അതിന് മാറ്റിയേക്കാൻ എന്നവണ്ണം 18കാരിയായി ഒരമ്മയായാൻ തയ്യാറായി. പക്ഷേ അതിനുശേഷം വീണ്ടും തൻ്റെ ജീവിതം ഇരുട്ടിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. ഏട്ടനെന്തോ തന്നോടൊരകൽച്ച കാണിക്കുന്നത് പോലെ
ജോലി സംബന്ധമായി അധികവും പുറത്തായിരുന്നു. മോള് വലുതാവുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അകൽച്ചയും കൂടി. പിന്നീട് ഞാൻ അറിഞ്ഞു, അതും എൻ്റെ മോളുടെ 6ാം പിറന്നാളിന് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം. പിന്നീട് ജീവിതം നരകതുല്യമായി. എങ്കിലും അദ്ദേഹം ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നിരുന്നു. പിന്നീട് അതും ഇല്ലാതായി. പിന്നീടിതാ ഇവിടെയും എന്ന് പറഞ്ഞ് അവൾ തേങ്ങി കരഞ്ഞുപോയിരുന്നു. അവൾ സഹിച്ച വേദനകളെല്ലാം മറച്ചു പിടിച്ച് പറയുകയാണ് എന്നത് അവളുടെ കണ്ണീരിൽ നിന്നും അവർക്ക് മനസ്സിലായി. അവർക്ക് ആ പെണ്ണിനെ ആലോചിച്ചപ്പോൾ തന്നെ അഭിമാനം തോന്നി. അങ്ങനെ സീതയും ആ വീട്ടിലെ അംഗമായി മാറി. അവൾ നൃത്ത ക്ലാസ് കുട്ടികൾക്ക് എടുക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല നിലയിൽ അവൾ മോഹന്റെ മുമ്പിൽ ജീവിച്ചു കാണിച്ചു. അങ്ങനെ ഉമയുടെ മരണശേഷം മോഹന് പാറുവിനോട് അടുത്തു തുടങ്ങി. അവളും ഭയങ്കര സന്തോഷവതിയായിരുന്നു ആ കാലഘട്ടം. പക്ഷെ എൻ്റെ കുട്ടി അറിഞ്ഞിരുന്നില്ല വരാനിരിക്കുന്ന ദുരന്തങ്ങളെ. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന അഗ്നി അയാളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് എന്തായി എന്നവൻ ആകാംക്ഷയോട് ചോദിച്ചതും പാറു അവൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ആ നാളുകളിൽ മോഹനും അവളെ ഒരു മകളായി കാണാൻ തുടങ്ങിയ കാലഘട്ടം. ശരണ്യ അവൾക്കൊരു ചേച്ചിയെ മാറിയ കാലം. പക്ഷേ ശ്രാവൺ എന്ന ചേട്ടനെ കിട്ടിയതിലായിരുന്നു അവൾക്കേറെ സന്തോഷം. ചേച്ചിയുടെ ഭർത്താവ് ശേഖറും കൂടെ അവളെ കുഞ്ഞനുജത്തിയായി കണ്ടതും അവൾ പാറുവിന് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ സീത അവരോട് അടുക്കാൻ നിന്നില്ല. അവൾ തൻ്റെ നൃത്തത്തിൽ തന്നെ മുഴുകി. തൻ്റെ മകളെയും അത് ശീലിപ്പിച്ചു. അന്ന് പാറു 10ൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വന്ന പാറു കാണുന്നത് വീട്ടിൽ നിറച്ച ആളുകളും നടുവിൽ വെള്ളയിൽ പൊതിഞ്ഞ തൻ്റെ അമ്മയുടെ ശരീരവുമായിരുന്നു. പിന്നീട് അവൾ എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടിയിരിക്കാൻ തുടങ്ങി. അവളുടെ അവസ്ഥ കണ്ട കണാരനും ശാരദയ്ക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവളുടെ അവസ്ഥ. അവർക്ക് അവളും തങ്ങളുടെ മകൾ നന്ദനിയും ഒരുപോലെ തന്നെയായിരുന്നു. കോണിപ്പടി വീണ് തലപൊട്ടിയാണ് തൻ്റെ അമ്മയുടെ മരണം എന്നവൾ ആരുടെയൊക്കെയോ വായിൽ നിന്ന് കേട്ടു. അതിൽ നിന്ന് മുക്തയാകുന്നതിന് മുൻപേ അവളുടെ അച്ഛനും പോയി. പക്ഷേ അതിൽ നിന്നെല്ലാം അവളെ അവളുടെ ഏട്ടൻ ശ്രാവൺ അവളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. അങ്ങനെയെല്ലാം നല്ല നിലയിൽ ഒതുങ്ങി. എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം കണ്ട് ഞങ്ങളും സന്തോഷിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ അവൾ +1 പഠിക്കുന്ന സമയത്ത് എനിക്ക് കട ഒന്ന് വലുതാക്കിയ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കളെ, അതായത് നന്ദുവിനെയും പാറുവിനെയും അധികം ശ്രദ്ധിച്ചത് ശാരദയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ശാരദ പാറുവിൻ്റെ സ്വഭാവത്തിൽ വന്ന വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാനും പിന്നെ അവളെ ശ്രദ്ധിച്ചപ്പോൾ എനിക്കും തോന്നി. ഞങ്ങൾ ചോദിച്ചപ്പോൾ എൻ്റെ കുട്ടി ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നെയും ചോദിച്ചപ്പോൾ മോൾ പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയി. ഞങ്ങൾ അതിനു ശേഷമാണ് പാറു ഞങ്ങളോടൊപ്പം നിൽക്കാൻ തുടങ്ങിയത്. അവളെ അറിഞ്ഞുകൊണ്ട് ആ നരകത്തിൽ നിർത്തിയാൽ സീതയും മോഹനും പോയതുപോലെ അവളും പോവുമായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ വിതുമ്പുന്നത് കണ്ടതും അഗ്നിക്കെന്തോ വല്ലാതെ തോന്നി. അയാളുടെ പുറകിൽ തട്ടി, സാരമില്ല ചേട്ടാ, ബാക്കി പറയണ്ട. എന്തോ അഗ്നിക്ക് അപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത്. പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ട് അവർ രണ്ടുപേരും ഞെട്ടി പുറകിലേക്ക് നോക്കി. എന്നാൽ രണ്ടുപേരും തിരിഞ്ഞു നോക്കിയതും കണാരൻ്റെ മുഖം കണ്ടതും പാറു, എന്താ പറ്റിയത് കണാരേട്ടാ? എന്താ കണ്ണൊക്കെ കരങ്ങിയിരിക്കുന്നേ? പാറുവിനെന്തോ കണാരനെയും അഗ്നിയെയും ഒപ്പം കണ്ടപ്പോൾ എന്തോ പന്തികേട് പോലെ തോന്നി. ഇനി ഇയാൾ എന്തെങ്കിലും കണാരേട്ടനോട് പറഞ്ഞിട്ടുണ്ടാകുമോ? അതാകുമോ ചേട്ടൻ്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നേ എന്ന് പലതും ആലോചിച്ച് പാറു നിന്നതും അഗ്നി എന്തോ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ കണ്ടതും ചിരി വന്നു. അവൻ മനസ്സിലാക്കിയിരുന്നു അവളുടെ ചിന്തകളെ. എന്താ കുട്ടി, എന്താ നീ ആലോചിച്ച് നിൽക്കുന്നത്? എന്താ നീ പറയാൻ വന്നേ? അത് പിന്നെ ചേട്ടാ, ഞാൻ വീട്ടിലേക്ക് പോവാ. എന്തോ ഒരു തലവേദന പോലെ. ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞില്ലേ? പിന്നെ വീട്ടിൽ നന്ദു ഉണ്ടല്ലോ. നിനക്ക് പോകണമെന്നാണെങ്കിൽ നീ പൊയ്ക്കോ, പക്ഷെ സൂക്ഷിക്കണം. നന്ദുവിൻ്റെ കൂടെ കിടന്നാൽ മതി. ഞാൻ അവളോട് വേണമെങ്കിൽ വിളിച്ചു പറയാം. അയ്യോ വേണ്ട, അവൾക്കും തീരെ സുഖമില്ലാതിരിക്കുവല്ലേ. ചിലപ്പോൾ കിടക്കുവാകും. ഞാൻ അവിടെ എത്തിയിട്ട് അവളെ വിളിക്കാം. എന്നാൽ ശരി, മോള് പോയിട്ട് വാ എന്ന് കണാരേട്ടൻ പറയുമ്പോഴും അവൾ അനുവാദത്തിന് എന്നവണ്ണം അഗ്നിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു. അത് മനസ്സിലായെന്നോണം അവൻ തൻ്റെ കണ്ണ് ചിമ്മി സമ്മതം അറിയിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവിടെ നിന്നും പോയി. എന്തോ അവളുടെ ആ പ്രവൃത്തിയിൽ അഗ്നിക്ക് അതിയായ സന്തോഷം തോന്നി. തന്നോട് അവൾ സമ്മതം ചോദിച്ചിരിക്കുന്നു. അതും ആലോചിക്കും തോറും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. മോനെ, എന്നാൽ ഞാനും പോയി നോക്കട്ടെ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. അവർ ചിലപ്പോൾ നോക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് കണാരൻ അവിടെ നിന്നും പോയി. വീട്ടിലെത്തിയപ്പോൾ തന്നെ പാറു നന്ദുവിനെ കോൾ ചെയ്തു. പക്ഷേ റിങ് പോകുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുത്തില്ല. ഷോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൾ കോൾ എടുക്കുന്നില്ലല്ലോ. ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഇനി അവളെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്നും കരുതി അവൾ വീട്ടിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ട് ഫ്രഷ് ആവാൻ പോയി. ഇതേ സമയം ഡ്രൈവിങ്ങിലായിരുന്ന അഗ്നിയുടെ ചിന്തകളിൽ മുഴുവൻ കണാരൻ പറഞ്ഞ വാക്കുകളായിരുന്നു. എന്തായിരിക്കും പാറുവിന് അന്ന് സംഭവിച്ചത്? എന്തിനായിരിക്കും അവളെ അവിടെ നിർത്താതെ കണാരൻ സ്വന്തം വീട്ടിൽ നിർത്തുന്നത് എന്നോരോന്ന് ആലോചിച്ച് അവൻ തൻ്റെ തല വെട്ടിപ്പൊളിയുന്നത് പോലെ തോന്നിയതും അവൻ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി.
സ്വന്തം ആരും അല്ലാഞ്ഞിരുന്നിട്ടും അവൾ സ്വന്തം ജീവിതമാണ് മാളുവിന് വേണ്ടി പണയം വെച്ചത്. താൻ ചെയ്തത് തെറ്റായിപ്പോയോ? ഈ കാലത്ത് ഇങ്ങനെയും ഒരാൾ ഉണ്ടാകുമോ? അതും ഒരു പെണ്ണ്. ഉണ്ടാവും. അതാണ് തൻ്റെ ശിവ. അവൾക്ക് മാത്രമേ അതിന് സാധിക്കൂ. പക്ഷേ ഞാനിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ശിവ, യു ആർ റിയലി സ്പെഷ്യൽ എന്നവൻ മനസ്സിൽ കരുതി. എന്തുകൊണ്ടോ അവൻ അവളെ കാണാൻ വല്ലാത്ത ആഗ്രഹം തോന്നി. അവളെ എങ്ങനെ കാണും, അതും ഈ നേരത്ത്? ആദ്യം എങ്ങാനും അറിഞ്ഞാൽ പിന്നെ അത് മതി അവന്. തനിക്ക് അവളോട് പ്രണയമാണ്, കോപ്പാണെന്നൊക്കെ പറയാം. ഇനി ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ടോ? ഇല്ല. ഇത് അവളോട് തോന്നിയ സഹതാപം, അല്ലെങ്കിൽ അവളെന്ന സ്ത്രീ അനുഭവിച്ചത് ഓർക്കുമ്പോഴുള്ള ബഹുമാനം, അത്രയേ ഉള്ളൂ. എന്തായാലും അവൾ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ എന്നും കരുതി അവൻ വണ്ടി തിരിച്ചു. ഇതേ സമയം പാറു കിടന്നിരുന്നു. എന്തുകൊണ്ടോ അവൾക്കൊരു അസ്വസ്ഥത തോന്നി. അവൾ തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അവൾ നന്ദുവിനെ വിളിച്ചു നോക്കി. പക്ഷേ അവൾ കോൾ എടുത്തില്ല. ഷോ, എന്താ ഇവൾ ഫോൺ എടുക്കാത്തത്? ഇവളെന്താ കുംഭകർണന്റെ മകളോ? ഇമ്മാതിരി ഉറക്കം. എന്നാൽ ഇതേ സമയം നന്ദുവിന്റെ സ്വപ്നത്തിൽ അവനായിരുന്നു അവളുടെ മാത്രം ആദി. അതിന്റെ പ്രതിഫലമായി അവളുടെ ചുണ്ടിൽ ഉറങ്ങുമ്പോഴും പുഞ്ചിരി ഉണ്ടായിരുന്നു. ഷോ, പെണ്ണ് ഉറങ്ങിക്കാണുമോ? എന്താ അവളെ കാണാൻ എനിക്ക് ഇത്ര വെപ്രാളം? എന്തായിരിക്കും അവൾ ഭയക്കുന്ന, അല്ലെങ്കിൽ ഭയന്നുകൊണ്ടിരിക്കുന്ന സംഭവം? അത് ഉടനെ അറിഞ്ഞേ പറ്റൂ. ഓരോന്ന് ചിന്തിച്ച് അവൻ പാറുവിന്റെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു. പാറു ഒന്ന് ഉറക്കം പിടിച്ച സമയത്താണ് വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടത്. അവൾ വേഗം എഴുന്നേറ്റ് സമയം നോക്കി. 12:30. ഇതാരാണ് ഈ സമയത്ത്? ഓരോന്ന് ആലോചിക്കുന്തോറും അവൾക്ക് ഭയം തോന്നി. അതിന്റെ ബാക്കി പത്രമായി അവളുടെ ചെന്നിയിലൂടെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. വീണ്ടും വീണ്ടും വാതിൽ മുട്ട് കേട്ടപ്പോൾ അവൾ ധൈര്യം സംഭരിച്ച് വാതിൽ തുറന്നു. അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും അവൾക്ക് തന്റെ ശരീരം തളരുന്നത് പോലെ തോന്നി. അവൾക്ക് തന്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. അവളുടെ കണ്ണുകളിൽ നീർമുത്തുകൾ കുമിഞ്ഞുകൂടി.